നമസ്കാരം. ഇടതുപക്ഷത്തെ വെറുക്കുന്നു, അതിനാൽ ഈ മാറ്റം അനിവാര്യം. രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള ഇടതുമുന്നണിയിലെ തർക്കം കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രശ്ന പരിഹാരത്തിനുള്ള പദ്ധതികൾ മെനയുകയാണ് CPM എന്ന സൂചനകൾ പുറത്തുവരുന്നു. എന്തായാലും രാജ്യസഭാ സീറ്റ് CPIയും CPMും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനാൽ പ്രശ്ന പരിഹാരത്തിനുള്ള ഏക പോംവഴിയായി ഇനി CPM കാണുന്നത് രാജ്യസഭാ അംഗത്വം കാലാവധി അവസാനിക്കുന്ന കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി നൽകുക എന്നത് മാത്രമാണെന്ന നിലപാടിലേക്കാണ് CPM എത്തുന്നതെന്നാണ് സൂചന. ഇടതുമുന്നണിയിൽ NCPയും RJDയും രാജ്യസഭാ സീറ്റിന് വേണ്ടി സജീവമായി രംഗത്തുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിലാണ് CPM പുതിയ നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. 2027 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാമെന്നും CPM ഉറപ്പു നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മുമ്പ് ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് റാങ്കുള്ള പദവിയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം എന്നത്. ഫലത്തിൽ കേരള കോൺഗ്രസിന് ഒരു ക്യാബിനറ്റ് പദവി കൂടി ലഭിക്കുമെന്ന് ചുരുക്കം. നിലവിൽ മന്ത്രിയും ഇടതുമുന്നണിയുടെ വീപ്പും കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനമായിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ പദവി എന്ന വാഗ്ദാനം കൂടെ നൽകിയിരിക്കുന്നത്. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനെ ഒഴിവാക്കിയേക്കുമെന്നുള്ള സൂചനയും പുറത്തുവരുന്നു. അതേസമയം സീറ്റ് കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ഇപ്പോഴുള്ളത്. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ സാധ്യത കൂടുതൽ പരുങ്ങലിലാകും. കൂടാതെ UDFിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്നും പാർട്ടി നേതാക്കൾ സൂചിപ്പിച്ചു. കേരള കോൺഗ്രസിന്റെ നിലപാടിനെ തുടർന്നാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായതെന്ന് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു. അതിനിടെ ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ UDF വീണ്ടും ശ്രമം നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. 3 രാജ്യസഭാ സീറ്റുകളിലാണ് ജൂലൈയിൽ ഒഴിവ് വരാൻ പോകുന്നത്. ഇതിൽ ഒന്നും നിലവിൽ UDFിനുള്ളതല്ല. 3ാം ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന മുസ്ലിം ലീഗിന് കോൺഗ്രസ് ഉറപ്പ് നൽകിയെന്നാണ് വിവരം. എന്നാൽ അത് അടുത്ത തവണത്തെ ഒഴിവാണെന്നാണ് അനൌദ്യോഗിക ധാരണ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഒഴിവിൽ കോൺഗ്രസിന് മത്സരിക്കാം. നിലവിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും രാജ്യസഭയിൽ ഓരോ അംഗങ്ങളാണുള്ളത്. അതുകൊണ്ട് ഇത്തവണ നറുക്ക് കോൺഗ്രസിനും അടുത്ത തവണ മുസ്ലിം ലീഗിനും നൽകാനുള്ള ധാരണയുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇടതുപക്ഷത്തെ പൊട്ടിത്തെറികൾ പരിശോധിച്ചാകും ഈ അന്തിമ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ പോകുന്നത്. എന്തായാലും രാജ്യസഭാ സീറ്റിനെ സംബന്ധിച്ചുള്ള ഇത്തരം പിടിവലികൾ ഇടത് നേതാക്കളെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുകയാണ്. കാര്യങ്ങൾ ഒരു മഴത്തിൽ ഒതുക്കി തീർക്കുക മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നടക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഇടത് നേതാക്കൾ മുന്നോട്ട് പ്ലാനുകൾ തയ്യാറാക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.